നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം സദൃശ്യവാക്യങ്ങൾ 24-ാം അധ്യായം 1-ാം വാക്യം. ദുഷ്ടരോട് അസൂയപ്പെടരുത്, അവരോടുകൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയും അരുത്. ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്കൊക്കെയും സന്തോഷം നൽകുന്ന ഇടങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ഉള്ളത് നമ്മുടെ മുന്നിൽ. എവിടെയാണോ സന്തോഷം ലഭിക്കുക അവിടെയൊക്കെയും നമ്മൾ ഓടിച്ചെല്ലാറുണ്ട്. അല്ലെങ്കിൽ എവിടെയാണ് കുറച്ചെങ്കിലും ആഹ്ലാദിക്കുവാനും ആഘോഷിക്കുവാനും സാധിക്കുക അവിടെയൊക്കെയും നമ്മൾ ഓടിച്ചെല്ലും. നമ്മളെ പ്രത്യേകമായി ആകർഷിക്കുന്ന എന്തോ ഒരു ശക്തി ഇത്തരത്തിലുള്ള വേദികൾക്കുണ്ട്. എന്നാൽ വചനം നമ്മളോട് പറയുന്നു, ഇത്തരത്തിലുള്ള ആകർഷണങ്ങൾ ഉളവാക്കുന്ന പല വേദികളും നമ്മളെ വിളിക്കുമ്പോൾ അവിടെയൊക്കെയും നമുക്ക് എതിരെ നിൽക്കുന്നത് ദുഷ്ടനാണെങ്കിൽ അല്ലെങ്കിൽ ദുഷ്ടന്മാരാണെങ്കിൽ അവരോട് കൂട്ടുകൂടുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. തീർച്ചയായും നമ്മൾ ദുഷ്ടരോടുകൂടെ സഹവർത്തത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ സന്തോഷിക്കുന്ന ഇടങ്ങളിലേക്ക്, അവർ ആനന്ദിക്കുന്ന അവരുടെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ കൂടി ആകർഷണീയതയോടുകൂടി ഓടിയെടുക്കുമ്പോൾ അവിടെയൊക്കെയും അതിൻ്റെ ഒരു പ്രസരിപ്പ്, ആ ദുഷ്ടതയുടെ തിന്മയുടെ ഫലങ്ങൾ നമ്മളിലേക്കും വ്യാപിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കൂട്ടുകാർ എപ്രകാരമാണോ അപ്രകാരമായിരിക്കും നമ്മുടെ ചിന്താശൈലിയും നമ്മുടെ പ്രവൃത്തികളും ഒക്കെയും രൂപപ്പെടുക. അങ്ങനെയെങ്കിൽ ദുഷ്ടന്മാരോട് കൂടെയാണ് നമ്മുടെ സഹവാസമെങ്കിൽ തീർച്ചയായും നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അവരുടെ ഉള്ളിലുള്ള തിന്മകളുടെ അംശം കൂടി ഉണ്ടാകും. വചനം നമ്മളോട് ശക്തമായി തന്നെ പറയുന്നു, അവരുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവരോടൊപ്പം ആയിരിക്കുകയോ ചെയ്യരുത്. അങ്ങനെയെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ബന്ധങ്ങളിൽ നന്മ തിന്മകൾ തിരിച്ചറിയുവാനും ദുഷ്ടതയുടെ ലാഞ്ചനയുള്ള ബന്ധങ്ങളെ, പാപത്തിന്റെ കെട്ടുപാടുകളുള്ള ബന്ധങ്ങളെയൊക്കെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനും നമുക്ക് സാധിക്കണം. അവരോടൊപ്പം ആയിരിക്കുവാനല്ല, പിന്നെയോ ദൈവത്തിന്റെ വിശുദ്ധരോടൊപ്പമായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ശുശ്രൂഷകളിലും സഭാപ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ മറ്റ് വേലകളിലുമൊക്കെ ആത്മാർത്ഥതയോടുകൂടി പെരുമാറുവാനും ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ വചനം നമ്മെ വഴി നടത്തട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇംഗ്ലണ്ടിലെ പടയോട് പൊരുതി സ്കോട്ടിഷ് സ്വാതന്ത്ര്യം നേടിയെടുത്ത റോബർട്ട് ദ ബ്രൂസ് എന്ന രാജാവിനെ പറ്റി ഒരുപാട് ചരിത്രകാരന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരിക്കലും ആദ്യമേയുള്ള ഒരു വിജയമായിരുന്നില്ല, അല്ലെങ്കിൽ തുടക്കത്തിലേയുള്ള വിജയമായിരുന്നില്ല അദ്ദേഹത്തിന് അത്രയും വലിയ ലോക പ്രശസ്തി നേടിക്കൊടുത്തതെന്നും ചരിത്രകാരന്മാർ പറയുന്നു. തുടർച്ചയായ ശ്രമങ്ങളിലൂടെ, പരിശ്രമങ്ങളിലൂടെയുള്ള ഒരു വിജയമായിരുന്നു ഇന്ന് അദ്ദേഹം കൈവരിച്ച ആ നേട്ടം. എന്നാൽ അതിന് കാരണമായത് ഒരു ചിലന്തിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? ഒരു ചിലന്തിയും ചിലന്തി വലയും ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ചിന്താശക്തികളെ പോലും മാറ്റിമറിച്ചത് എന്നുള്ളത് വളരെ പച്ചയായ സത്യമാണ്. അങ്ങനെയിരിക്കെ ഇംഗ്ലണ്ടിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന കാലഘട്ടം, ഇംഗ്ലണ്ടിലെ ജനത മുഴുവൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ സഖ്യം മുഴുവനായി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും മറ്റു രാജ്യങ്ങളെ അതിക്രമിച്ച് കീഴടക്കുകയും ചെയ്യുന്ന കാലം. സ്കോട്ട്ലാൻഡിലേക്ക് ഇംഗ്ലണ്ടിന്റെ സൈന്യം പാഞ്ഞെടുക്കുകയാണ്. അവരോട് പല ദിവസങ്ങളിലായി, പല തവണകളിലായി ബ്രൂസ് എന്ന രാജാവ് പടപൊരുതുവാൻ തയ്യാറായി നിന്നു. അദ്ദേഹം പലതവണയും തോറ്റു. അദ്ദേഹത്തിന്റെ സൈന്യം പിന്തിരിഞ്ഞോടി. എവിടേക്ക് ഒളിക്കണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം തൻ്റെ രാജ്യത്തിനടുത്തുള്ള ഒരു വനാന്തരത്തിലേക്ക് ഓടിക്കയറുകയാണ്. അവിടെയും ജീവൻ രക്ഷിക്കണം എന്ന് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. വളരെയധികം വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ച് തളർന്ന അവശനായി അദ്ദേഹം ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുന്നു. എന്നാൽ പിറ്റേന്നുള്ള ഒരു പ്രഭാതത്തിൽ അദ്ദേഹം കണ്ണുകൾ തുറന്നപ്പോൾ ചെറിയ മങ്ങിയ കാഴ്ചയിലൂടെ കണ്ട ആ ഒരു വലിയ കാഴ്ച അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതായിരുന്നു. എന്തായിരുന്നു ആ കാഴ്ച എന്നുള്ളതല്ലേ? കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? മോളി ആന്റി. എവിടെ നിന്ന് വിളിക്കുന്നു? പാലക്കാട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭർത്താവ്, ഒരു മകനുണ്ട്. മകൻ ഗൾഫ് ദുബായില്. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. പാലക്കാട് എന്തുകൊണ്ട് വിശേഷം? നല്ല ചൂടൊക്കെ ഉണ്ടോ? ഭയങ്കര ചൂടാണ്. പാലക്കാട് വാണിമ്പാറയായിട്ട് വരും. തൃശ്ശൂരും പാലക്കാട് അതിർത്തി. ഓക്കെ ഓക്കെ. വാണിമ്പാറ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ആന്റി അറിയാലോ നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആ ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ, എന്നിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വരുവാനുള്ളവന്റെ പ്രതിരൂപം ആരാണ്? ഭർത്താവ്. ഒന്നും കൂടെ നോക്കിക്കേ. വരുവാനുള്ളവന്റെ പ്രതിരൂപം. ഉള്ളവന്റെ പ്രതിരൂപമായി ആദാം. അതെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. ചെറുതായിട്ടൊരു സംശയം വന്നു അല്ലേ? അത് സാരമില്ല, നല്ല സംശയങ്ങൾ ഉണ്ടാവുന്നിടത്തെ നല്ല ഉത്തരങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോ ആദ്യമേ തന്നെ നല്ല തുടക്കമായിരുന്നു. ദൈവത്തിന് മഹത്വം പറയുന്നു. അതെ, നന്ദി. അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, ആദാം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. ചോദ്യം ഇതാണ്: ഏക മനുഷ്യന്റെ പാപം എന്ത് കൽപ്പിക്കുവാൻ കാരണമായി തീർന്നു? മനുഷ്യന്റെ പാപം എന്ത് കൽപ്പിക്കുവാൻ കാരണമായി തീർന്നു? എന്തോ ഒരു കൽപ്പന വന്നു, കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചേ? ശിക്ഷാവിധിയല്ലേ? ആണോ? ഞാൻ പറഞ്ഞോ? ആണോ അതോ ഉറപ്പിക്കട്ടെ? പറഞ്ഞോ. ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ശിക്ഷാവിധിയാണോ? അതെ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു സന്തോഷം ഇല്ലേ, നമുക്ക് അറിയാണ്ട് നമ്മൾ ഉത്തരം പറഞ്ഞിട്ട് ശരിയായപ്പോ? പിന്നെ അയ്യോടാ, ദൈവത്തിന് മഹത്വം. അതെ. അപ്പൊ 2 ചോദ്യങ്ങൾ നമ്മളിപ്പോ ശരിയാക്കിയിട്ടുണ്ടേ. ഈ സന്തോഷത്തിൽ നിൽക്കുമ്പോ ആന്റി പാട്ടൊക്കെ പാടാറുണ്ടോ? പാട്ട് പാടും. എന്നാ പിന്നെ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാവോ? 4 വരി പാടാം. പാടിക്കോളൂ ആന്റി. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ, യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. ഓക്കെ. ആന്റി നന്നായിട്ട് പാടി. പാടി കേട്ടോ. നന്നായിട്ട് പാടും. ഇതിന് പറയും ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. അതെ, നന്നായിട്ട് പാടി കേട്ടോ. അനുഭവം വന്നതാണ്. നന്നായിട്ടല്ല, ആദ്യമായിട്ട് അനുഭവം വന്നതാ. യേശുവേ. അതെ, ആ അനുഭവം ഭയങ്കര ഒരു സന്തോഷം തരുന്നില്ലേ? ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്റെ ഇത്ര വയസ്സില്. ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോ. അത് നമ്മുടെ വചന സമീക്ഷയുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ അല്ലേ? അതെ. എന്റെ മോനെ എന്റെ ചെറിയ ഫോണാട്ടോ, എന്റെ ചെറിയ ഫോണാണ്. അതൊന്നും പ്രശ്നമില്ല. ചെറിയ ഫോണിലൂടെ ഇപ്പൊ ലോകം മുഴുവനും കാണുന്ന വലിയൊരു പരിപാടിയിലാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ഓ, എന്റെ ദൈവത്തിന് മഹത്വം വീണ്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേ സന്തോഷത്തില് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. ചോദ്യം ഇതാണ്: കൃപാവരം എന്തിന് കാരണമായി തീർന്നു? ലംഘനം. അടുത്തെത്തി. കൃപാവരം എന്തിന് കാരണമായി തീർന്നു? ലംഘനങ്ങളെ മോചിക്കുന്ന നീതികരണം ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം കാണൂ. ശരി ഉത്തരമാണ്. അതെ, ശരി ഉത്തരമാണ് ആന്റി. ഞാൻ പിന്നെ ഒന്ന് കണ്ടിട്ടുള്ളൂ കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ അതെ ദൈവത്തിന് മഹത്വം. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അനേകം ലംഘനങ്ങൾ മോചിക്കുന്ന നീതീകരണത്തിന്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ചോദ്യവും ശരിയാക്കിയപ്പോ എന്ത് തോന്നുന്നു? അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. ആ പാലക്കാട് ഭാഷയൊക്കെ ഇങ്ങ് വരട്ടെ. അതന്നെ വീണ്ടും ദൈവത്തിന് മഹത്വം പറയുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. അതെ, അത് ആനന്ദ കണ്ണീരാ. ഭയങ്കര എക്സൈറ്റഡ് ആയതിന്റെയാ. നമുക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട്, അതും കൂടെ പൂർത്തിയാക്കിയിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ, അവസാനത്തെ ചോദ്യം ഇതാണ്: സകല മനുഷ്യർക്കും ജീവന് കാരണമായ നീതീകരണം വന്നത് ഏതിനാലാണ്? ജീവന് കാരണമായ നീതീകരണം വന്നത് ഏതിനാലാണ്?
അനുസരണക്കേട്. അനുസരണക്കേടിൽ ശിക്ഷയല്ലേ വരത്തുള്ളൂ. ഇത് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ കേട്ടു നോക്കിയേ. സകല മനുഷ്യർക്കും ജീവന് കാരണമായ നീതീകരണം വന്നത് ഏതിനാലാണ്? മനുഷ്യന്റെ പാപത്തിന്റെ ഏതിന്റെ? പാപം മൂലം. ആരുടെ? മനുഷ്യന്റെ. പകുതി ഉത്തരം ശരിയായി. ഏക മനുഷ്യന്റെ പാപം മൂലമാണോ? വേറെന്തെങ്കിലും ഒരു വാക്കുണ്ടോ അവിടെ? എനിക്കറിയില്ല. മനുഷ്യന്റെ പാപം മൂലം അനുസരണത്താല്. അനുസരണത്താൽ ലംഘനം. എനിക്കങ്ങനെ അറിയില്ല. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാങ്ങതുപോലെ കൃപയും നമ്മുടെ കർത്താവ്. ഞാനൊരു ക്ലൂ തരാം. ആന്റി പറഞ്ഞത് ശരിയാണ്, പിന്നെ കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കാം. പെർഫെക്ഷന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. റോമറുടെ 5-ാം അധ്യായം 18-ാം വാക്യം. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. അതാണ് ഉത്തരം. ഏകനീതിയാൽ സകല മനുഷ്യർക്കും എന്താ ജീവന് കാരണമായ നീതീകരണമല്ലേ? അപ്പൊ ഇപ്പൊ പറഞ്ഞതാ ഉത്തരം. സകല മനുഷ്യർക്കും ജീവകാരണമായ അതാണോ? അതാ നീതികാരണവും വന്നു. അതാ ഇപ്പൊ പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്. ഏക മനുഷ്യന്റെ നീതിയാൽ. അതെ, നേരത്തെ ഏക മനുഷ്യൻ ശരിയാക്കി, ഇപ്പൊ നീതിയാൽ ശരിയാക്കി. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ 4 അതില് പ്രശ്നമില്ല. നമ്മളിങ്ങനെ വഴികാട്ടിയാണ്, ഇങ്ങനെ ഉത്തരത്തിലോട്ട് കൊണ്ടുവരും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ആന്റി ഇതിലേക്ക് വിളിക്കാം, വചന സമീക്ഷയിലേക്ക്. ഇഷ്ടപ്പെട്ട വചനം ഉണ്ടോ ഏതെങ്കിലും? ഇഷ്ടപ്പെട്ട വചനം ഏതെങ്കിലും സ്റ്റോക്കിലുണ്ടെങ്കിൽ ഒരു വചനം കൂടി നമുക്ക് പറയാം. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം, അത്രേ ഉള്ളൂ. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക, വേറെ യേശുവിൽ വിശ്വസിക്കുക, വേറെ ഒന്നും ഇല്ല നമുക്ക് പറയാൻ. ഓക്കെ ആന്റി, എന്നാ പിന്നെ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എക്സൈറ്റ്മെന്റ് ഒക്കെ മാറി കുറച്ചുകൂടെ നല്ല ചുണക്കുട്ടിയായിട്ട് നിക്കാം. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ ഒരു അധ്യായം പറയാ, അത് എത്ര വായിച്ച പറയാ ഉത്തരം പറയാനായിട്ട്? എന്തോ എത്ര വായിച്ച എങ്ങനാ പറയാ? അതാ അധ്യായം പറയാ? എങ്ങനെയത്? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് പറയില്ലേ ദൈവം സ്നേഹമാണ്, യോഹന്നാൻ 1:1, അങ്ങനെ നമ്മള് പറയത്തില്ലേ? അങ്ങനെ പഠിച്ചു വെച്ചിട്ട് ഇനി വിളിച്ചാ മതി. ഓക്കെ ആന്റി, ഓക്കെ, താങ്ക് യു. ശരി. വീണ്ടും മോളി ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ വചന സമീക്ഷയിലേക്ക് വിളിക്കുകയും നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടുകയും ഓരോ ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ അത്രയും സന്തോഷം നമുക്ക് ഇവിടെ നിന്ന് അറിയാനും പറ്റി. അപ്പോൾ അതുപോലുള്ള നല്ല നല്ല കോളുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മോളി ആന്റിക്ക് കുടുംബത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഒരു ഗുഹയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജാവായിട്ടുള്ള ബ്രൂസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ? അദ്ദേഹം നോക്കിയപ്പോൾ ഒരു ചിലന്തി ഗുഹയുടെ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് വല കെട്ടുവാനായി ചാടുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. ആദ്യത്തെ തവണ ചാടി, പക്ഷെ ബലം കണ്ടില്ല. രണ്ടാമത്തെ തവണയും ചാടി, ബലം കണ്ടില്ല. അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കെ തന്നെ മൂന്നാമത്തെ തവണയും അത് ഒരു വശത്ത് നിന്നും മറ്റൊരു വശത്തേക്ക് ചാടി വീണ്ടും തറയിലേക്ക് പോകുന്നു. അങ്ങറ്റത്തേക്ക് എത്താനും സാധിച്ചില്ല വലയും കൊണ്ട്. വീണ്ടും അത് ഇഴഞ്ഞിഴഞ്ഞ് നടന്ന് നീങ്ങി അത് ആദ്യം നിന്ന് ആ വശത്തേക്ക് വന്ന് ഇപ്പുറത്തേക്ക് ചാടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ പല ആവർത്തി അത് ചാടുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അതിനിടയ്ക്ക് അത് താഴേക്ക് വീഴുന്നുണ്ട്. പല ചെടിയുടെ മുള്ളുകളിൽ അത് കുടുങ്ങി പോകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിന് മുറിവുണ്ടായെന്നോ അല്ലെങ്കിൽ വേദനകൾ ഉണ്ടായെന്നോ പരിഗണിക്കാതെ അത് വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം സൂക്ഷ്മമായി അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ ആ ചിലന്തി മറ്റൊരു വശത്തേക്ക് ചാടി അവിടേക്ക് വല നെയ്യുന്ന കാഴ്ചയും അദ്ദേഹം കണ്ടു. അദ്ദേഹം വളരെ കൗതുകത്തോടു കൂടി വീണ്ടും കാത്തിരുന്നു ആ ചിലന്തി വലയുടെ ഭംഗി നോക്കുവാനായി. അങ്ങനെ ഒരുപാട് മണിക്കൂറത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ആ ചിലന്തി വളരെ മനോഹരമായിട്ടുള്ള വലിയൊരു ചിലന്തി വല ആ ഗുഹയ്ക്ക് സമാനമായി കെട്ടിയുണ്ടാക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട് രാജാവ് ചിന്തിക്കുന്നു, എൻ്റെ ശരീരത്തിലും ഇതുപോലുള്ള മുറിവുകളല്ലേ, എൻ്റെ ശരീരത്തിലും ഇതുപോലുള്ള ചോരപ്പാടുകളല്ലേ, പക്ഷെ ഞാൻ ഇപ്പോഴേ തളർന്നുപോയി. 6 or 7 തവണ ഞാൻ തോറ്റു പിന്തിരിഞ്ഞോടിയപ്പോഴും എൻ്റെ മനസ്സ് ഇതാണ് എൻ്റെ അവസാനത്തെ യുദ്ധമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ പരാജയപ്പെട്ടു പോയി. മരണഭീതി കൊണ്ട് ഞാൻ ഓടി അകലുകയാണ് ചെയ്തത്.
പക്ഷേ ഈ ചിലന്തിക്ക് ഇത്രയുമൊക്കെ സാധിക്കുമെങ്കിൽ എന്നെക്കൊണ്ട് എന്തുകൊണ്ട് കഴിയില്ല? ഇംഗ്ലണ്ടുകാരെ തോൽപ്പിക്കണം, സൈന്യത്തോട് പൊരുതി നിൽക്കണം, എൻ്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തണം. അതിന് ആദ്യം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ബലം കണ്ടെത്തണം. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഞാനും യുദ്ധത്തിനിറങ്ങാൻ പോവുകയാണ്. ഇത് പുതിയൊരു തുടക്കമാണ്, പുതിയൊരു യുദ്ധമാണ്. ഇനി ലോകം വാഴ്ത്താൻ പോകുന്നത് എൻ്റെ കഥകളായിരിക്കും, വീര കഥകളായിരിക്കും എന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടി, ദൃഢപ്രതിജ്ഞയോടുകൂടി ഈ രാജാവ് ഇദ്ദേഹം ആ ഗുഹയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് തടസ്സമായി മുന്നിൽ ആ ചിലന്തി വലയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ചിന്തിക്കുകയാണ്, കുറച്ച് നാളുകൾക്ക് മുന്നേ അല്ലെങ്കിൽ ഇന്നൊരു ദിവസത്തിന് മുന്നേ വരെ ആയിരുന്നുവെങ്കിൽ എൻ്റെ മുന്നിലെ ഈ ശത്രുവിനെ അല്ലെങ്കിൽ എനിക്ക് തടസ്സമായി നിൽക്കുന്ന ചിലന്തി വലയെ ഞാൻ തന്നെ നശിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയെ, ഇത്രയും വലിയൊരു കഠിന പ്രയത്നത്തിൻ്റെ ഉത്തരത്തിനെ ഞാൻ നശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ മനോഹാരിത അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. തെറ്റ് ചെയ്യുന്നതിനെ മാത്രം ശിക്ഷിക്കുക, അല്ലാതുള്ള മനോഹരമായ കാഴ്ചകൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ള തീരുമാനത്താൽ അദ്ദേഹം ആ ചിലന്തി വല നശിപ്പിക്കാതെ ഗുഹയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. യുദ്ധത്തിനായി രാജ്യത്തിലേക്ക് നടന്നെടുക്കുന്നു. പിന്നീട് അദ്ദേഹം യുദ്ധത്തിൽ ജയിച്ചിട്ടുണ്ടാകുമോ? കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി ഇന്നത്തെ രണ്ടാമത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജിജി ലൂക്കോസ്. ജിജി ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലം ജില്ലയിലെ വെളിച്ചിക്കാല. ഓക്കെ, കൊല്ലം ജില്ലയിൽ നിന്നാണല്ലേ? അതെ. ഓക്കെ ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ ഹസ്ബൻഡും 2 മക്കളും. 2 മക്കളും. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഓക്കെ ആന്റി, അപ്പോ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യേശുക്രിസ്തുവിനോട് ചേരുവാൻ, അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ മനുഷ്യവർഗം സ്വീകരിക്കുന്ന ഒരു കർമ്മം എന്താണ്? സിമ്പിൾ അല്ലേ? ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഒരു സന്തോഷമൊക്കെ ഇല്ലേ? സന്തോഷം ഇവിടെ വരട്ടെ, ഞങ്ങൾ ഇവിടെ ചിരി കേൾക്കണം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചാൽ എന്തുണ്ടാകും? ക്രിസ്തുവിനോട് കൂടെ മരിച്ചാൽ അവനോട് കൂടെ എന്തിലും പങ്കാളികളാവും, അല്ലെങ്കിൽ അവനോട് കൂടെ ക്രിസ്തുവിനോട് കൂടെ മരിച്ചാൽ പിന്നീട് എന്ത് സംഭവിക്കും? നാം അവനോട് കൂടെ സ്നാനമൊക്കെ ഏൽക്കും, ശരിയാണ്. മരിച്ചാൽ പിന്നെ അതിനുശേഷം എന്താ ചെയ്യാ? ഞാനൊരു ക്ലൂ തരാം. റോമർ 6-ാം അധ്യായം 8-ാം വാക്യം. അവനോട് ജീവിക്കും. അതെ, കറക്റ്റ് ഉത്തരം വരണ്ടേ? ഇല്ലെങ്കിൽ ഞാനിപ്പോ തെറ്റെന്ന് പറയില്ലേ? ഇപ്പൊ ശരിയായി കേട്ടോ, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവനോട് കൂടെ ജീവിക്കും. അപ്പൊ ആന്റി, നമ്മൾ 2 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ചോദ്യത്തിന് മുൻപേ ഒരു വചനം പങ്കുവെക്കാവോ നമ്മുടെ പ്രേക്ഷകരുമായിട്ട്? ആന്റിക്ക് ഇഷ്ടമുള്ള വചനം മതി. ഹലോ, കേൾക്കുന്നുണ്ട് ആന്റി. വചനം അല്ലെങ്കിൽ പാട്ട് പാടിയാലും മതി. ആന്റിക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് ചെയ്താൽ മതി. എന്നാ പിന്നെ പാട്ട് പാടിക്കോളൂ ആന്റി. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. ഓടുവാനായി നീ ദൂരങ്ങളില്ലേ, ഉടയവനതിനായി ബലം തരില്ലേ. ഓടുവാനായി നീ ദൂരങ്ങളില്ലേ, ഉടയവനതിനായി ബലം തരില്ലേ. ബന്ധങ്ങളിൽ ഒരു ഇരയാകുവാൻ, ആഴങ്ങളറിയുന്ന അളവാകുവാൻ, അകതാരിലുയരേക്കും സ്വരമാകുവാൻ, സൗഹൃദമേകുന്ന ഹൃദയമാകാൻ, അകതാരിലുയരേക്കും സ്വരമാകുവാൻ, സൗഹൃദമേകുന്ന ഹൃദയമാകാൻ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ
വെളിച്ചമാകാൻ. ഹലോ, നന്നായിട്ട് പാടിയ ആന്റി. ഓക്കെ. ആ തുടങ്ങിയപ്പോഴതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പിന്നെ ഇപ്പൊ അങ്ങ് ട്രാക്കിലോട്ടായി. ഞാനൊരു മത്സരത്തിന്റെ പാട്ടായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. ഓക്കെ. ഓക്കെ, ഇനി ഇതുപോലെ പാടാൻ പറ്റട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമുക്കപ്പോ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടതിനാൽ നാം ഇനിയും ഇതിന് അടിമകൾ ആകരുത്. ഏതിന്? പാപത്തിന്. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻസർ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: പാപത്തിന്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ ഈസ്: മരിച്ചവർ എന്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുന്നു? പാപത്തിൽ നിന്ന്. അതും സെയിം ആൻസർ അല്ലേ? ഇനി എന്തോ വേണം? ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് കിട്ടിയ എന്നോട് നന്ദി വേണം കേട്ടോ, സ്മരണ. ശരി ഉത്തരമാണ്. എങ്ങനെ ആൻസർ കിട്ടുമെന്നുള്ളതൊരു ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: പാപത്തിൽ നിന്ന്. അപ്പോ 4 ചോദ്യങ്ങളും നമ്മൾ ഭയങ്കര സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഇനിയും വിളിക്കാം. ഓക്കെ, താങ്ക് യു ആന്റി. താങ്ക് യു സോ മച്ച്. ഓക്കെ. ജിജി ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമൊക്കെ പറഞ്ഞു, നന്നായിട്ടൊരു പാട്ടൊക്കെ പാടി, മത്സരത്തിനൊക്കെ പഠിച്ച പാട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ആൻറ്റിക്കും കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ഈശോ തരട്ടെ. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഈ ഒരു ചിലന്തിയുടെ ജീവിതം കണ്ട്, ചിലന്തി വല നെയ്യുന്നത് കണ്ടിട്ട് പ്രചോദിതനായിട്ട് ബ്രൂസ് എന്ന രാജാവ് ഇംഗ്ലണ്ടുകാരോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം തൻ്റെ സൈന്യത്തെ ഒരുക്കി നിർത്തുന്നു. വലിയ ശക്തിക്ക്, വലിയ രീതിയിൽ തന്നെ ഇംഗ്ലണ്ട് സൈന്യം ഇവരെ ആക്രമിച്ച സമയത്ത് തിരിച്ച് ഇവർ ആക്രമിക്കാൻ തുടങ്ങി. അതിനിടയ്ക്കും പലതവണ പരാജയപ്പെടേണ്ടി വന്നു. പക്ഷേ ഒളിച്ചോടുവാൻ രാജാവ് തയ്യാറായിരുന്നില്ല. മുൻപത്തെ പോലെ വനത്തിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചുമില്ല. അദ്ദേഹം ധൈര്യത്തോടുകൂടി തന്നെ ഇംഗ്ലണ്ടിന്റെ പടയെ നേരിട്ടു. അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ, ആ മനോധൈര്യത്തിന്റെ, മനോശക്തിയുടെ, മനോബലത്തിന്റെ ഒക്കെ വലിയ അനുഗ്രഹത്താൽ, ആ വലിയ ഒരു പ്രചോദനം കൊണ്ട്, അല്ലെങ്കിൽ ആ വലിയൊരു ധീരമായ തീരുമാനത്തോടു കൂടി രാജ്യത്തിന്റെ തന്നെ തലവര മറിയുകയാണ്. ഇംഗ്ലണ്ടിന്റെ സൈന്യത്തെ, ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായ ഇംഗ്ലണ്ടിന്റെ സൈന്യത്തെ തോൽപ്പിച്ച് ബ്രൂസ് എന്ന രാജാവും തൻ്റെ സൈനികരും മുന്നേറുകയാണ്. അങ്ങനെ ആ വിജയം വലിയ വിജയമായി ലോകം മുഴുവൻ ആദരിക്കപ്പെട്ടു. ഇന്നും ആ ആദരവിൻ്റെ അവശേഷിപ്പുകൾ തുടിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രചോദനമാകണം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായി അവസാനത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അങ്കമാലിയിൽ നിന്നും അന്നാമ്മ ബേബി. അന്നാമ്മ ആന്റി. ആന്റി, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ. പിന്നെ മോൻ മക്കളൊക്കെ വിദേശത്താ. ഓക്കെ. അങ്കിൾ അടുത്തുണ്ടോ? ഇല്ല, അതിന്റെ ഒരു ചെറിയ ജോലിയുണ്ട്, അതിന് പോകും. ഓക്കെ, അങ്ങനെ പോയേക്കോണം. അപ്പം ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ? ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ. വെയിലൊക്കെ ഉണ്ടോ? നല്ല ചൂടല്ലേ? എന്റെ പൊന്നൊന്നും പറയണ്ട, ചൂടേ ചൂട്, നല്ല ചൂട്. നല്ല ചൂട്. ഇത് ഈ നമ്മൾ ലോട്ടറിക്കൊക്കെ വിളിക്കുന്ന പോലെ നാളെ അത് പറയുന്ന പോലെ ചൂടേ ചൂട്. മുറ്റത്ത് തന്നെ ഒരു വലിയ മാവ് പന്തലിച്ച് നിൽക്കാണ്. മാമ്പഴം പഴുത്ത് വീഴും. പിള്ളേരും സ്കൂൾ അടച്ചേക്കണ തന്നെ എല്ലാവരും വന്ന് പറക്കലും നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കാണ്. അത് സന്തോഷമുള്ള കാഴ്ചയല്ലേ? ഞാനപ്പോ പുറത്തിരുന്ന പരിക്കാത്തൊക്കെ ഭയങ്കര ചൂടാ. അപ്പൊ കൊച്ചുങ്ങളെയൊക്കെ ഒന്ന് കാണാലോ. അപ്പൊ ഓരോ മാമ്പഴം വന്ന് പറക്കി പിള്ളേരൊക്കെ പോണു. ഓക്കെ. അപ്പൊ ആ കാഴ്ചയൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുന്നതിന് ഇടയ്ക്കാണ് നമുക്ക് കോള് വന്നല്ലേ? ആയിക്കോട്ടെ, ഒരുപാട് സന്തോഷം. ഏറ്റവും സന്തോഷമുള്ളത് വേൾഡ് വിളി ഒഴിയുമ്പോഴും നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെയാണ് ഏറ്റവും സന്തോഷം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതേ സന്തോഷത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യൻ പാപികളായി തീർന്നത് എങ്ങനെയാണ്? ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ. സംശയമൊന്നുമില്ല. ഒരു സംശയവുമില്ല. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ. രണ്ടാമത്തെ ചോദ്യം: അനേകർ നീതിമാന്മാരായി തീരുന്നത് എങ്ങനെയാണ്?
അനേകം നീതിമാനായിട്ട് എന്നാൽ ലംഘനം പെരുകേണ്ടതിന് പ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. അല്ല, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ആദ്യം ശ്രദ്ധിച്ചു കേട്ടെ. അനേകർ നീതിമാന്മാരായി തീരുന്നത് എങ്ങനെയാണ്? എന്തോ ഒരു കാരണം കൊണ്ടാ. ഏകന്റെ അനുസരണത്താൽ. അതെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അതെ, ഓക്കെ. ഉത്തരം ഇങ്ങനെയാണ്, ഏക മനുഷ്യന്റെ അനുസരണത്താൽ. അതെ അതെ. അപ്പൊ 2 ചോദ്യങ്ങൾ നമ്മളിപ്പോ ശരിയാക്കി. നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു പാട്ട് പാടാവോ? പാടിക്കോളൂ ആന്റി. കരയുമ്പോൾ പോകാനെനിക്കൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്, കഥനങ്ങളിൽ എൻ സകനങ്ങളിൽ കരുതുന്ന സ്നേഹ പിതാവാണവൻ, കഥനങ്ങളിൽ എൻ സകനങ്ങളിൽ കരുതുന്ന സ്നേഹ പിതാവാണവൻ, അവനെന്റെ കോട്ടയും സങ്കേതവും, അവനൻ ജീവന്റെ സംഗീതവും, അവനൻ ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദീനം ചാരിടുന്നു, കരുതുന്ന സ്നേഹപിതാവാണവൻ, കരയുമ്പോൾ പോകാൻ എനിക്കൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാൻ ഒരു കരമുണ്ട്. ഓക്കെ ഓക്കെ, നന്നായിട്ട് പാടിയല്ലോ. ഓക്കെ, താങ്ക് യു. ഞാൻ ആദ്യമായിട്ടായി പാട്ട് കേൾക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ലിറിക്സാ. താങ്ക് യു. ഓക്കെ, നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാലോ. ചോദ്യം ഇതാണ്, പാപം പെരുകിയിടത്ത് അത്യന്തം വർദ്ധിച്ചത് എന്താണ്? ന്യായപ്രമാണം. ആണോ? ഒന്നും കൂടെ നോക്കിക്കേ. പാപം പെരുകിയെടുത്ത് അത്യന്തം വർദ്ധിച്ചത് ഇതിപ്പോ ഒരു നല്ല തല്ലി വെച്ച് തരുവേ. ഇച്ചിരി അസ്വദമായിട്ടാ ഇരിക്കുന്നേ. എങ്ങനെ ഉത്തരം വരുന്നേ? കൃപ അല്ലേ? ഇപ്പൊ ശരി ഉത്തരവായി. അതെ അതെ, കൺഗ്രാറ്റുലേഷൻസ്. ഈ കുഞ്ഞു പിള്ളേർക്ക് ഇച്ചിരി ഒരു പിച്ചൊക്കെ തരുന്ന പോലെ ഞങ്ങള് തരും. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എന്തോ? ഒരു ദിവസം എന്റെ വീട്ടിലൊക്കെ ഒന്ന് വാ. ഞങ്ങള് വരാം. നമ്മുടെ ചേച്ചിയുടെ നേതൃത്വത്തിൽ നമ്മൾ വരുന്നതായിരിക്കും, സന്ധ്യ ചേച്ചിന്റെ. അതെ ഇഷ്ടംപോലെ മാമ്പഴം തിന്നാം ഇപ്പോഴാണെങ്കിൽ. ചേച്ചിയോട് പറഞ്ഞേക്കാം ഞങ്ങള്. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? പോകാലോ. ചോദ്യം ഇതാണ്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ചോദിച്ചത് ആരാണ്? വണ്ടികൾ പോണം. ചോദ്യം ഇതാണ്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്നോ എന്ന് ചോദിച്ചത് ആരാണ്? ആന്റി, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഹലോ, ഒരു നാളും വരുത്. പറഞ്ഞോ ആന്റി, ഉത്തരം പറഞ്ഞോളൂ. ഒരു നാളും വരുത് പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇതൊക്കെ ചോദിച്ചത് ആരാ? കൃപ പെരുകേണ്ടതിന് നാം പാപം ചെയ്തിരിക്കേണ്ടതെന്ന ഒരു നാളും വരുത് യേശുക്രിസ്തു പറഞ്ഞത്. അതെ, ഇതൊക്കെ ചോദിക്കാൻ പറയും ചെയ്തത് ആരാ? ക്രിസ്തുവിനോട് ചേരുവാൻ. അല്ല, ഇതാ ചോദിച്ചത് ആരാ? ഈ ലേഖനം എഴുതിയിരിക്കുന്ന ആളാ ചോദിച്ചേക്കുന്നേ. അതെ, അത് വരട്ടെ. റോമ എഴുതിയതാരാ? അതെ, റോമാക്കാർക്ക് വേണ്ടിയിട്ട് പൗലോസ് എഴുതിയാണ്. അപ്പൊ ചോദിക്കുന്നതും അത് തന്നെയാണ്. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, പൗലോസ്. അപ്പൊ 4 ചോദ്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. ഒരു വചനം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിക്കാർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നു, നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നു, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നടത്തുന്നതും വെറുതെ എത്രയും തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. സങ്കീർത്തനം 127 1 2. ഓക്കെ, ഒരു അദ്ദേഹത്തിന്റെ പകുതി ഭാഗം തന്നെ പറഞ്ഞു കേട്ടോ. താങ്ക് യു, വലിയ താങ്ക് യു. എന്തോ? God bless you. Okay, thank you so much. Auntie, God bless you.
എല്ലാവരെയും ഞാൻ അന്വേഷിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ, വിളിക്കണം. ഓക്കെ ആന്റി, ഓക്കെ. എന്റെ ജീവൻ നിലനിർത്തുന്നത് വചനം. യെസ് ഉറപ്പായിട്ടും ആ വചനത്തിലൂടെ ഞങ്ങൾ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ ആന്റി, പ്രൈസ് ദി ലോർഡ്. അങ്കമാലിയിൽ നിന്നും അന്നാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ആദ്യം മുതൽ അവസാനം വരെ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു, അനുഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആന്റിക്കും അങ്കിളിനും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് മടങ്ങി വരാം. ബ്രൂസ് എന്ന രാജാവിന്റെ കഥ നമ്മൾ കേട്ടു അല്ലേ? അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ വീണു പോകുമ്പോൾ, അവിടെ നിന്നൊക്കെയും ഉദ്ധിതനായ ഈശോ നമുക്ക് നൽകുന്ന പ്രത്യാശയിലൂടെ ജീവിക്കണം എന്നുള്ളതാണ്. ഇനിയും പരാജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് എത്തുവാൻ എനിക്ക് സാധിക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയും, അതിനുള്ള അവസരങ്ങളുണ്ട്. നമ്മളൊക്കെയും പലപ്പോഴും പറയാറുണ്ട്, ശവക്കല്ലറയ്ക്കപ്പുറം ഉയർപ്പിൻ്റെ അല്ലെങ്കിൽ ഉയർച്ചയുടെ വലിയൊരു പ്രത്യാശയുണ്ടെന്ന്. തീർച്ചയായും ഒരിക്കലോ 2 തവണയോ അല്ല, പിന്നെയോ എത്ര തവണ ജീവിതത്തിൽ തോറ്റാലും അവിടെ നിന്നും പടപൊരുതി ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് വിജയിക്കുവാൻ സാധിക്കും, എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുക. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ തകർച്ചകളെ നോക്കി, ജീവിതത്തിലെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നോക്കി പിന്തിരിഞ്ഞോടാനല്ലാതെ മുന്നിലേക്ക് നടന്നു നീങ്ങുവാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. അതിന് ക്രിസ്തുവിൻ്റെ വചനവും ഈ കഥയും ഒക്കെ നമ്മുടെ മനസ്സിൽ കാരണഹേതുവായി ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.